ആഹാരവുമന്യായമതും വായി കൈവിടിയേണം നോമ്പിൽ. നോമ്പിതു ശിക്ഷയ്ക്കാകായ്വാൻ നാവു നിയന്ത്രിതമാകേണം. ആഹാരത്തോടൊപ്പം നിൻ വായ് ദുർവചനം വിടിയേണം. രാജാവേറും വാതിലിലോ അന്യായം പോകിടല്ലേ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ വലിയ നോമ്പിൻ്റെ പകുതി ദിവസം പിന്നിട്ടിരിക്കുന്ന ദിവസത്തിലാകുന്നു നാം ഇന്ന് ആയിരിക്കുന്നത്. പരിശുദ്ധ സഭ പാതി നോമ്പിനെ വലിയ മഹത്വത്തോടു കൂടിയായിട്ടാണ് കാണുന്നത്. പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകത്തിൽ 21 അധ്യായം 8-9 വാക്യങ്ങളിൽ മോശ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം പിത്തള സർപ്പത്തെ തോക്കുന്നുണ്ട്. അതിൽ നോക്കിയവരെല്ലാം ജീവനിലേക്ക് പ്രവേശിച്ചു. നമ്മളിന്ന് വലിയ നോമ്പിൻ്റെ പാതി ദിവസം പിന്നിടുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തിനു വേണ്ടിയാണ് മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയത്? അതിൻ്റെ പ്രശ്നം ഇതായിരുന്നു. ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈമിൽ നിന്ന് വഴി നടത്തുന്ന സമയത്ത് അവർ ദൈവത്തോടും മോശയോടും കലഹിക്കുകയാണ്. എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ പാടുപെടുത്തുന്നത്? ഞങ്ങൾക്ക് എന്താണ് ഈ വെറും ആഹാരം തരുന്നത് എന്നൊക്കെ. ഏറെ സുഖഭോഗങ്ങൾ മിസ്രൈമിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ടാവാം. പക്ഷേ യഥാർത്ഥമായ ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യമുള്ള ജനമാക്കാൻ വേണ്ടിയാണ് മോശ അവരെ വഴി നടത്തി കൊണ്ടുവന്നത്. പക്ഷേ ഇവർ ആ രക്ഷകൻ്റെ അടുത്ത് തന്നെ എന്താണ് കലഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പുതിയ നിയമ സഭയിലായിരിക്കുമ്പോൾ ദൈവം നമ്മൾ വീണ്ടും തെറ്റിപ്പോയി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എവിടെയാണ് നമ്മൾ തെറ്റിപ്പോയത്? ആ തെറ്റിൽ നിന്നും ജീവൻ, കർത്താവ് പറയുകയാണ്, അവൻ നമ്മുടെ രക്ഷയ്ക്കായിട്ട് വന്നവനാണ്. ആ രക്ഷയിലേക്ക് നോക്കുവാനായിട്ട് വീണ്ടും പരിശുദ്ധ പിതാക്കന്മാർ പ്രാർത്ഥനയിലൂടെയും നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. നിങ്ങൾ അവങ്കിലേക്ക് നോക്കാനായിട്ട് വീണ്ടും നമ്മൾ പാതി നോമ്പിൻ്റെ ദിവസങ്ങളിൽ പള്ളിയുടെ മധ്യഭാഗത്തായിട്ട് ഗോകുൽത്ത നമ്മൾ ഉയർത്താറുണ്ട്. നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്, രക്ഷ ആരുടെ അടുത്ത് നിന്നാണ്? കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ അല്ലാതെ ദൈവരാജ്യത്തിലേക്ക് ആർക്കും കടക്കാൻ സാധിക്കുകയില്ല. അല്ലാത്ത വഴി കടക്കാൻ ശ്രമിക്കുന്നവരൊക്കെ എന്താണ്? കള്ളനും കൊള്ളക്കാരുമാണ്. അപ്പോൾ ഞാൻ വഴിയാണ്, എന്നിലൂടെ അല്ലാതെ പ്രവേശിക്കാൻ ശ്രമിക്കുന്നത് അത് നീതിയുടെ മാർഗമല്ല. അതൊരിക്കലും ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തുകയില്ല. നമ്മളിന്ന് ഒരുപാട് പൊയ്മുഖങ്ങൾ അണിഞ്ഞ് നടക്കുന്നവരാണ്. അപ്പോൾ നമ്മെ തന്നെ ഒന്ന് ചിന്തിപ്പിക്കാനായിട്ട് പരിശുദ്ധ പിതാക്കന്മാരെ പാടി വച്ചിട്ടുള്ളതാണ്, നിങ്ങൾ ആഹാരം വെടിയുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ നാവ് നിയന്ത്രിതമാകണം. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിനെ വിധിക്കരുത്. പ്രിയമുള്ളവരെ, നമ്മൾ അനേകരിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഒന്ന് നമ്മെ തന്നെ വിരൽ ചൂണ്ടി ചോദിക്കണം, നീ ആരാണ്? നീ എവിടെയാണ് എന്ന് നമ്മെ തന്നെ ചോദിച്ച് ഉദ്ബോധിപ്പിച്ച് നമ്മുടെ സ്വത്വത്തെ നിയന്ത്രിച്ച് നിർത്തേണ്ടത് നമ്മുടെ ആവശ്യം. അപ്പോൾ ഈ വലിയ നോമ്പിൻ്റെ പാതി ദിവസം പിന്നിടുമ്പോൾ നമ്മളോട് തന്നെ വീണ്ടും ചിന്തിക്കുവാൻ, നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കേണ്ട കുറേ കാര്യങ്ങൾ ചോദിച്ച്
ഞാൻ എവിടെ തെറ്റിപ്പോയി? ദൈവത്തിൻ്റെ ആ അഗ്നി സർപ്പങ്ങൾ എൻ്റെ മേലേക്ക് വർഷിക്കാൻ ഇടവരാതിരിക്കാൻ ഞാൻ എന്തായിത്തീരണം? അഗ്നി സർപ്പങ്ങൾ എൻ്റെ മേൽ വർഷിച്ചാലും ഞാൻ ക്രിസ്തുവിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കും എന്ന ഒരു വലിയൊരു പ്രത്യാശ നമുക്ക് ഉണ്ടാകണം. ആ ജീവന പ്രത്യാശയെങ്കിലേക്ക് നോക്കി ഇനിയുള്ള പാതി നോമ്പ് കഴിഞ്ഞുള്ള ബാക്കിയുള്ള ദിവസങ്ങൾ അത് ഏറ്റവും വിശുദ്ധമായി കർത്താവിൻ്റെ ആ കഷ്ടാനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുകയും അതിലൂടെ ജീവൻ്റെ അനുഭവത്തിലേക്ക് നമുക്കായിത്തീരുവാൻ സാധിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും അതിനായിട്ട് ശക്തീകരിക്കട്ടെ.